ഹലോ എവ്രി വൺ. ഞാൻ കുറേ നാളെ വീഡിയോ ചെയ്തിട്ട്. ഇത് സെപ്റ്റംബർ 30, ഒക്ടോബർ 1 തൊട്ട് ഒരു മാനിഫെസ്റ്റേഷൻ പോലെ എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നൊരാഗ്രഹം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണ്. കൂടെ ഉണ്ടാവണേ. ഒക്ടോബർ 1 രാവിലെ എണീറ്റ് കുളിച്ച ഉടനെ തന്നെ ഞാൻ പത്രം വായിക്കാനിരുന്നു. സ്ഥിരമായിട്ട് പത്രം വായിക്കുന്ന ഒരാളൊന്നുമല്ല, ഇതൊരു അത്യാവശ്യം വന്നതുകൊണ്ട് പത്രം വായിക്കുവാണ് ഞാൻ. അങ്ങനെ പത്രം വായനയൊക്കെ കഴിഞ്ഞ് ഞാനങ്ങ് എണീറ്റു. അപ്പം ചെറുതായിട്ട് എൻ്റെ പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ഓർത്തു. വീട്ടിൽ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, എങ്കിലും എനിക്ക് എൻ്റേതായ രീതിയിൽ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ഇതൊക്കെയായിരുന്നു ഞാൻ കഴിച്ചത്. കൊള്ളാം കേട്ടോ. പിന്നെ ഞാൻ അപ്പൂക്കുട്ടനെ എഴുന്നേൽപ്പിച്ചു. അപ്പൂക്കുട്ടനെ രാവിലെ എഴുന്നേൽക്കാൻ ഇച്ചിരി മടിയാട്ടോ. അങ്ങനെ അപ്പുവായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. അതിനുശേഷം ഞാൻ ക്യാപ്സിൻ്റെ പരിപാടിക്ക് റെഡിയായി. കുറച്ച് സെൽഫ് ലവ് ആകാം. വാതിരപ്പള്ളിയിലെ കാരുണ്യദീപത്തിൽ വെച്ചാണ് പരിപാടി. വയോജനങ്ങളെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതാണ് ഈ യജ്ഞത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ ഞാൻ അവിടെയുള്ള എല്ലാ അന്തേവാസികളെയും പരിചയപ്പെടുകയും മുമ്പ് പോയിട്ടുള്ളതിനാൽ ഓർമ്മ പുതുക്കുകയും ചെയ്തു. ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ മേധാവി സിസ്റ്റർ മേരിയാണ്. കാരുണ്യദീപത്തിൻ്റെ സോഷ്യൽ വർക്കർ എൻ്റെ ഫ്രണ്ടും എൻ്റെ സീനിയറായി പഠിച്ച ആളുമാണ്. പേര് നിധിൻ എന്നാണ്. ഇപ്പോൾ ക്യാപ്സിൻ്റെ സെക്രട്ടറിയാണ്. അതുപോലെ ക്യാപ്സിൻ്റെ ട്രഷററായിട്ടുള്ള രാഹുലും വേദിയിലുണ്ടായിരുന്നു. PhD സ്റ്റുഡൻ്റാണ് രാഹുൽ. വയോജന ദിനത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വിവരിക്കുകയുണ്ടായി. പിന്നെ അങ്ങോട്ട് കലാപരിപാടികളായി. കോഴിക്കോട് നിന്ന് വന്ന സോഷ്യൽ വർക്കറായ സ്മൃതിയും ഉണ്ടായിരുന്നു. ആകെ ഒരോളം തന്നെയായിരുന്നു സ്മൃതി വന്നപ്പോൾ. പാട്ടും ഡാൻസും അങ്ങനെ. കുറേ നാളുകൾക്ക് ശേഷം സംസാരിക്കുന്നുണ്ടാവാം. ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ എല്ലാവർക്കും ചായയും അമലും ഒക്കെ കൊടുത്തു. ഞാനും രാഹുലും നിതിനും ഒക്കെ ഉണ്ടായിരുന്നു. സ്മൃതി കോഴിക്കോട്ടേക്ക് തിരിച്ച് പോകേണ്ടതുകൊണ്ട് പകുതിയായപ്പോൾ തന്നെ പരിപാടി തീരാറായപ്പോൾ തന്നെ പോയായിരുന്നു. പിന്നെ ഞാൻ അവസാനം നന്ദി പറഞ്ഞു എല്ലാവരോടും. അങ്ങനെ ഇവൻ്റ് അവസാനിച്ചു. എല്ലാവരോടും ബായും പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ആകെ ടയർഡായിട്ടാണ് വീട്ടിൽ വന്നത്. ഇനിയൊന്ന് റെസ്റ്റ് എടുക്കണം. ശരി എന്നാൽ.